അങ്ങനെ നമ്മൾ ഓൾ സെറ്റ് ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓരോ ആൾക്കാര് കൊറേ ചെരുപ്പ് ഇതാണുണ്ട്. ഇതുണ്ടോ, മുട്ടായി, വെള്ളത്തിന്റെ ബോട്ടില്, സൺസ്ക്രീന് എല്ലാം കൂടെ പുരട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബാഗിനകത്ത് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ കയറുന്നു, സെറ്റാവുന്നു. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഡൂസ്നെ ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ ഒരു ഒറ്റ പാർക്കിംഗ് കിട്ടി. ബാക്കി ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നല്ലൊരു ശരിക്കും നല്ല റേറ്റിംഗ് ആണെന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും. ഇപ്പൊ മാപ്പിൽ കാണിക്കാനാണെങ്കിൽ ഇതാണ് ഓൺടാരിയോ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അവിടെ നോർത്ത് ബേ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ടൊറൻറ്റോയും മെയിൻ സ്ഥലങ്ങളൊക്കെ ഇവിടെ കിച്ചനെയറാണ് ഞാൻ പഠിച്ചതൊക്കെ. മോൺട്രിയലാണ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പം നോർത്ത് ബേയിലോട്ട് മൂവ് ചെയ്ത് ഈ ഡൂഷ്നെ ഫാൾസ് എന്ന് പറയുന്ന സംഭവം ഈ ട്രെയിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഔട്ട്. ഇവിടുന്ന് നമ്മളിങ്ങനെ കയറിയിട്ട് ഇതാ നമ്മുടെ പ്ലാൻ. ഇന്നത്തെ ഇവിടാണ് ലുക്ക് ഔട്ട് വരുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ. ഉണ്ടാവും കാടിനകത്തോട്ട് നമ്മളിങ്ങനെ കയറിയിട്ട് നമ്മളിങ്ങനെ പോകുന്ന പോലെ. കണ്ടോ, ഇതെങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെ, ഇവിടെ സായിപ്പന്മാർക്ക് ഇങ്ങനെ നിക്കറും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് അവർ തിരിച്ച് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകും. ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാൻ അടിക്കും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടാൻ അടിക്കും. അങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ കയറിപ്പോ. ആ, തണുപ്പുണ്ട്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ കയറി പോവാണ്. ആ, ഇങ്ങനെ വേണേലും കയറാം, ഇങ്ങനെയും പോവാം. ഇവിടെ ഇങ്ങനെ ഒരു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ കയറി തുടങ്ങുന്നേ ഉള്ളു. അവിടെ റോഡൊക്കെ ഉണ്ട്. ആ, ഇതിങ്ങനെ മാപ്പ്. ആ, ഇരിക്കാൻ സ്ഥലമുണ്ട്. കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ, ഇരിക്കാനൊക്കെ ഇടയ്ക്ക് സ്ഥലമുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം വന്നായിരുന്നു. വന്നപ്പോൾ ഭയങ്കര വെള്ളച്ചാട്ടമായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോഴത്തെ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ആ, തെന്നുന്നുണ്ട്. എനിക്കൊന്ന് അപ്പുറത്തൂടാന്ന് തോന്നുന്നു വരുന്നുണ്ടെന്ന്. വാ, അപ്പുറത്തൂടെ ഇതിലേക്കൂടാ വരണ്ടേ. ഞങ്ങൾക്ക് വഴി തെറ്റി, വെള്ളത്തിൽ കൂടെ നടന്നു വന്ന്. ഇവിടെ ഇപ്പൊ വഴി ഉണ്ടായിരുന്നു. നീ നേരത്തെ വഴി തെറ്റിയതാ. ഇതിലേ കയറിപ്പോവാം. ഇതോ കണ്ടോ, ഫാൾസ് കണ്ടോ. നമ്മളിപ്പോ ഈ ഫാൾസിനെക്കാട്ടിലും ഇവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. ഈ കാനഡോർ കോളേജും ഈ ലേക്കും എല്ലാം കൂടെ കാണാവുന്നത്. അവിടെ നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷെ അവിടെ എന്നോട് പറഞ്ഞത് ഈ ഇലയൊക്കെ കിളിക്കുന്നതിന് മുന്നേ വിൻ്റർ മാറുമ്പം ഇല കിളിക്കാതിരിക്കുന്നൊരു സമയമുണ്ട്. ആ ടൈമിലാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും, ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഉരുകിയിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വെള്ളം ഫോഴ്സിൽ പോകുമായിരുന്നു, ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ പോകാഞ്ഞത്. ഇപ്പം പിന്നെ അത്രയും വെള്ളമില്ല. ചെറുതായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുക. അവിടേക്ക് ഇരിക്കുന്നു വിശാലമായി. ശരിക്കും വഴി അറിയത്തില്ല. അപ്പുറത്തൂടെ തന്നെ പോകണ്ടേ. മാപ്പിൽ നോക്കുള്ളൂ. അല്ല, ഇതിലേ കയറണ്ട. ഈ ട്രെയിനിലാണ് പോകണ്ടേ. ഇപ്പുറത്തെ സൈഡിലുള്ള ട്രെയിനിലാണ് പോകണ്ടത്. എന്നുവെച്ചാൽ
അപ്പുറത്ത് ഏതാണ്ട് ആ സൈഡിൽ ഏതാണ്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. അല്ല, അത് വേറെ ട്രെയിൽ, ഇത് വേറെ. ആ ലുക്കൗട്ടിൽ പോകണ്ട ഇപ്പുറത്തെ ട്രെയിലാണ്. രണ്ട് സൈഡുണ്ട് കേട്ടോ, ഈ വെള്ളത്തിന് അപ്പുറം ഇപ്പുറം ഉണ്ട്. നമ്മൾ പോകേണ്ടത് ഇപ്പുറത്തെ സൈഡിലാണ്. എന്ന് വെച്ചാൽ ലുക്കൗട്ടിൽ കയറണമെങ്കിൽ ഈ സൈഡിൽ കൂടെ, നമ്മുടെ ഈ കാണുന്ന വഴി കൂടെ വേണം പോകാൻ. ഈ ട്രെയിലിൽ നിന്ന് നമ്മൾ മാറുക. ഇത് ട്രെയിലല്ല, ഒന്ന് അപ്പുറത്തുള്ളത് ഏതാണ്ട് ഒരു ട്രെയില്, പിന്നെ ഉള്ളത് അങ്ങേതാണ്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു പട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അതുകൊണ്ടാ പട്ടിയൊക്കെ ആയിട്ട് വന്നേക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം, ആ സൈഡിലോട്ട് പോവാം. ഇതിലെ വഴിയൊന്നുമില്ല, ഇത് കാട്ടിക്കൂടുള്ളൊരു ഇപ്പൊ വീഴും മിക്കത്. ഇതിലേക്കൂടാണ്. അതുകൊണ്ട് അവർ നടക്കുന്ന ആ വഴിയാണ് ട്രെയിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വഴി തെറ്റിയിട്ട് ഇപ്പം ഞങ്ങൾ മല കയറും. അല്ല, കണ്ടോ, ഇത് വെള്ളം ഒഴുകി വരുന്ന സംഭവം. ഇതിലാ ഞാൻ പറഞ്ഞത് വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകി വന്നു എന്ന് പറഞ്ഞത്. അപ്പുറത്തെ ആ ട്രെയില് അപ്പുറത്തോട്ട് ഞങ്ങൾ കയറുക. വേണ്ടോ, ഇതിലേ കയറിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരേണ്ടത്. ഞങ്ങളതിന് പകരം ഇതിൽ കയറി വന്നു. വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിലിങ്ങനെ കയറി പോവാ. ഇച്ചിരി സ്റ്റീപ്പാ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറേ കൂടെ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഇപ്പം ഇച്ചിരി നല്ല വ്യൂ ആട്ടോ. ആ സത്യം, കാണുന്നുണ്ടോ? ഇതിന് താഴെ നമ്മൾ ഇറങ്ങിയത് സൈഡിൻ്റെ വുഡൊക്കെ വെച്ച്. ഇവിടെ രണ്ട് ട്രെയിലാണ് ഉള്ളത്, രണ്ട് സൈഡാണ് ഉള്ളത്. ഒന്ന് ഈ സൈഡും ഒന്ന് അപ്പുറത്തെ സൈഡും. ഈ സൈഡിൽ പോയാൽ ആ ലുക്കൗട്ട് കയറാൻ പറ്റുന്നത്. അപ്പുറത്തൂടെ പറ്റും, പക്ഷെ അത് കുറേ കറങ്ങിയിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്യണം. വാ, ക്ഷീണിച്ചോ? ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ വെള്ളത്തിൽ തള്ളിയിടാം. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നല്ല ഹൈറ്റും ഉണ്ട്, സ്റ്റീപ്പായിട്ട് കയറുക. അതുകൊണ്ട് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടോ? ഷൂലേസ് അഴിഞ്ഞു ഗൈസ്. ശരിക്കും ഇവിടെ ഈ സൈഡിൽ ഇറങ്ങാൻ പറ്റും, കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം എനിക്ക് എൻ്റെ ഹെഡ് പറഞ്ഞു തന്നതാ, ഡേവ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത്. പുള്ളിയൊക്കെ ഇവിടുത്തെ ലോക്കലാ. അപ്പം പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ ഇവിടുന്ന് ഈ ട്രെയിൽ കയറുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ആ ലുക്കൗട്ടും ചെയ്യണം. ലുക്കൗട്ട് ഭയങ്കര രസമാണ്, ആ ലേക്കിലോട്ടുള്ള വ്യൂ ഒക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് അപ്പുറത്തെ ട്രെയിൽ എടുക്കാൻ. ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലേ കയറിയാലും എന്താണ്ട് ഇതിലേ വന്നിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, നമുക്ക് ഇവിടോട്ട് ചുമ്മാ ഇറങ്ങാം. ഇപ്പോൾ ഇതിലേ നമ്മൾ കയറുക. ഇവിടുന്ന് ഏതിലേ ഒരു റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ആ ലുക്കൗട്ടിലോട്ട് പോവാൻ. അതോ അവിടെ ബോർഡുണ്ട് കേട്ടോ, യൂസ് ട്രെയിൽ അറ്റ് യുവർ ഓൺ റിസ്ക്. സത്യം, ക്യൂബയ്ക്ക് പോയ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ, ബോർഡുകളല്ല. അതാ മെയിൻ പ്രശ്നം. ഞാൻ പച്ചക്കറി വാങ്ങിച്ചോണ്ടിരുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അവിടെ എഴുതി വെച്ചിരിക്കും. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നോക്കും എന്താ സാധനം. അങ്ങനെയാണ് ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്.
ആ ബോർഡിൻ്റെ അവിടെ നിന്നാണ് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് തിരിയേണ്ടത്, റൈറ്റ് തിരിയേണ്ടത്. നേരെയും പോവും റൈറ്റും പോവാം. റൈറ്റ് പോകുമ്പോഴാണ് ഇവിടെ ഒരു കോളേജ് ഉണ്ട്, കാനഡോർ കോളേജ് ഉണ്ട്. ആ കോളേജിൻ്റെ ഇതൊക്കെ നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണാം. ഇവിടെ ഒരു കോളേജ് ഉള്ളെന്ന് തോന്നുന്നല്ലേ? കാനഡോർ. ആ അവിടെ മാപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വഴിയുമാണ് ഉള്ളത്. കണ്ടോ, ഇത് എഴുതിയേക്കുന്നുണ്ട് കാനഡോർ. ഇതാ നമ്മൾ പോകുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയില്. ഇതിനകത്ത് യു ആർ ഹിയർ എന്നും പറഞ്ഞിട്ട് യു ആർ ഹിയർ കാണുന്നില്ല. കണ്ടാ ഇവളുടെ ബുദ്ധി കണ്ടോ? അവിടെ അല്ല നമ്മള്, ഇവിടാണ് നമ്മള് കേട്ടോ. അതുകൊണ്ട് ഈ മാർക്കിങ് ഇവിടെ ഇപ്പൊ നമ്മള് നമുക്ക് പോകേണ്ടത് ദണ്ട് ഇവിടാണ് പോകേണ്ടത്. കണ്ടോ, ലുക്ക് ഔട്ട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്. നമ്മളപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മൾ ഇവിടെ വരെ എത്താൻ. ഇങ്ങനെ കയറിയിട്ട് അപ്പോൾ ഇവിടുന്ന് പോരും. ഇത്രയും നേരം ചാർജ് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ കൊതുകൊന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ കോളേജിൽ വിളിച്ചപ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഇവിടെ കൊതുകൊന്നും ഇല്ല അമ്മ. വിൻ്ററിൻ്റെ സമയത്തായിരുന്നു വന്നത്. വിൻ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിൻ്റർ അല്ല, ഇപ്പോൾ സ്പ്രിങ് ആവുന്ന സമയത്തായിരുന്നു എൻ്റെ കോളേജ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊതുകൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. വിൻ്റർ മാറി വരുന്നതേ ഉള്ളൂ, ഇലയൊക്കെ കിളിച്ച് തുടങ്ങുന്നേ ഉള്ളത്. അപ്പം അത് മാർക്കിങ്സാണ്. അത് മാർക്കിങ്സാ. അപ്പം കൊതുകൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു അമ്മ ഇവിടെ കൊതുകൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് സമ്മറൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ചക്ക പോലത്തെ കൊതുക്. ഇപ്പൊ ഇവിടെ മൊത്തം ഈച്ചയും കൊതുകും മറ്റേതെല്ലാം കൂടെ സാധനങ്ങളാണ്. ഫുള്ള് ബഗ്ഗാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ കാടിൻ്റെ നടുക്കൂടെ നടന്നുകൊണ്ടിരിക്കുക. അതെ അതെ അതെ. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ മാർക്കിങ്സ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നൈറ്റൊക്കെ വരുമ്പോൾ നമ്മൾ തെറ്റാതിരിക്കാനായിരിക്കും. ഡേഞ്ചർ അല്ല, ഇതവര് നമ്മുടെ തന്നെ റിസ്കിൽ നടന്നു പോകാനാ പറയുന്നത്. ഇവിടെ കരടികളുണ്ടോ? ആ ഇവിടെ ഞാൻ കണ്ടിട്ട് ജീവികളുണ്ടായിരിക്കും. ആ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ വേറെ സ്ഥലത്ത് എത്തി. ഇവരിങ്ങനെ മറ്റേ ഇലക്ട്രിക് ലൈൻ വെക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വഴി തപ്പിയിട്ട് ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും ആദ്യം എന്ന്. അപ്പം നോക്കിയപ്പോൾ ഇതാണ് വഴി. ഇത് തന്നെയാണോ വഴി എന്നൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ പിന്നെ തെറ്റും ചിലപ്പം. ഇത് പക്ഷെ അടിപൊളി. ഇപ്പം നല്ല ഇതാണ്, നല്ല സമ്മറായിട്ടിരിക്കുക. ഇതുണ്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് ചുറ്റും. കണ്ടോ, ഞാൻ കറങ്ങി കാണിച്ച്. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പിന്നെയും കാടിനകത്തോട്ട് തന്നെ ഭയങ്കര നല്ലതായിട്ടുള്ള കാടിനകത്തോട്ടാണെന്ന് തോന്നുന്നു. വഴികളൊക്കെ ഭയങ്കര ചെറുതായി. ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പോകുന്ന വഴിയല്ല ലുക്ക് ഔട്ടിലോട്ട്. പിന്നെ ഇവിടെ അറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്നതാ. ഇവിടെ തന്നെ ജനിച്ച് വളർന്നവർക്കൊക്കെ അറിയാവുന്ന വഴിയാണ്. പക്ഷെ ഇത് വഴിയൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഡേവ് പറഞ്ഞു തന്നോണ്ടല്ലേ ഇതറിയാവുന്നത്, അല്ലെങ്കിൽ നമുക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. പക്ഷെങ്കിൽ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട് ഏതിലേ പോകണം, എങ്ങനെ പോകണം, ഏത് ടൈമാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പക്ഷെ അധികം വ്യൂ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇതാണ് കണ്ടോ, ഇലയെല്ലാം കിളിച്ചിരിപ്പുണ്ട്. ശരിക്കും ഇത് ഇതിനകത്ത് ആയതുകൊണ്ടാണ് ഭയങ്കര വെയിലുണ്ട്, സത്യം നല്ല വെയിലുണ്ട്. പക്ഷെ ഇവിടെ ഇതിനകത്തായതുകൊണ്ട് നമ്മൾ അത്ര അറിയുന്നില്ല. ഫുള്ള് കൊതുകാണ് ഗൈസ്, ഫുള്ള് കൊതുക്. ട്രെയിനിൻ്റെ പോയിന്റ് എത്തി. കണ്ടോ, ഫോർ റെഫറൻസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ഏരിയയും സ്ട്രീമിൻ്റെ സ്ഥലങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ എന്തോ ഒരു ജീവിയുടെ ഒരു കാലത്ത് കേട്ടു. ഇവള് ചെറുതായിട്ടൊന്ന് പേടിച്ചു. പേടിച്ചിരിക്കും. എനിക്ക് പേടിയാവുന്നു ശരിക്കും. ഞാൻ വിചാരിച്ച പോലത്തെ ട്രെയിനല്ല, ശരിക്കും കാട് വന്നു. അപ്പോൾ ഇത് വ്യൂ പോയിന്റിലോട്ട്, ഇപ്പം നമ്മൾ പോകുന്ന വ്യൂ പോയിന്റിലോട്ടാ. അവിടെ പോയിട്ട് വരണം. ഇതുണ്ടോ, വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിനിൽ കാണിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ പേടി ഇല്ലായിരുന്നു.
പക്ഷേ മുമ്പ് എന്തോ ഒരെണ്ണം ഞാൻ നടന്നു പോകുന്ന പോലെ തോന്നിയപ്പോഴത്തെ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാവുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇച്ചിരി ഇതാ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിഫിക്കൽട്ടിൻ്റെ ഇത് മനസ്സിലായി. നമുക്ക് കണ്ടോ ഭയങ്കര സ്റ്റീപ്പായിട്ട് കയറും ഇപ്പോൾ നമ്മൾ. കാടിന്റെ നടുക്ക് എവിടെയാണ്. അതെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ കേരളോട്ട് കയറി പോകണം. ഒന്നാമത്തെ കാര്യം വഴി കറക്റ്റാണോന്ന് അറിയത്തില്ല. ഇച്ചിരി ക്ലിയർ ആക്കി ഇരിക്കുന്നൊരു വഴി കൂടെ നമ്മൾ പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് നോക്കുന്നുണ്ട്. ഇനിയുണ്ട് കുറേ നടക്കാൻ. ചെറുതായിട്ടും ടയർഡായി. ഇത്രയും സ്റ്റീപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആയി വഴി. ഏറ്റവും ലാസ്റ്റിൽ വന്ന് നമ്മൾ അങ്ങൊരു ബോർഡ് കാണാം, നിങ്ങളിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇവള് പറയുന്നത് അത് കാണുന്നതാണ് ഒരു ആശ്വാസം. ഇപ്പോൾ പിന്നെ കുറച്ച് പ്ലെയിനായി. ഇത്രയും നേരം നമ്മൾ സ്റ്റീപ്പായിട്ട് ഇങ്ങനെ കയറുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. വേണ്ട, ഇവിടെ 2 പോയിന്റ് വേണ്ട ഒരു ട്രെയിനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ലുക്കൗട്ട്സിലോട്ട് പോവാ. അത് ഇച്ചിരി ഇപ്പുറത്തായിട്ട് വരും. പിന്നുള്ളത് നമ്മൾ തിരിച്ചിറങ്ങി പോവാ. അത് പിന്നെയും കുഴപ്പമില്ല. വേണ്ട, ഒരാൾ ക്ഷീണിച്ച് ഒരു വഴിയൊക്കെ ഒന്ന് ഇച്ചിരി നേരത്തെ വഴി ഭയങ്കര ചെറുതായി. അപ്പം അത് കാരണം നമ്മൾ ഇച്ചിരി ആ വഴിയാനാണോ അല്ലയോ എന്ന് നമ്മൾ പറഞ്ഞ് എന്തോന്ന് അനങ്ങി. ലുക്കൗട്ടിലോട്ട് പോകുന്ന ട്രെയിൻ ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ലുക്കൗട്ടിലോട്ടുള്ള ട്രെയിനാട്ടോ. ഇപ്പോൾ ഇത് എന്താ ആരോ പണ്ട് തീയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് വഴിയാൻ തോന്നുന്നു. ലുക്കൗട്ട് എത്തി. ഇത് പൊളി വ്യൂ ആയിരിക്കും. ഇത്രയും നടന്നതിൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പ് ഇപ്പോൾ ആയിരിക്കും. കണ്ട എന്ത് തോന്നുന്നു ഇപ്പോൾ? ഇത്രയും നടന്നു വന്നപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസം. ഇത് കാണാൻ പോകുമ്പോൾ അടിപൊളി. ഇത് ശരിക്കും അടിപൊളി ഒരു വ്യൂ കേട്ടോ. ഇതിവിടെ നിന്നിട്ട് ഇതാണ് എന്നോട് എൻ്റെ ഹെഡ് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് നിൽക്കുമ്പം നല്ല ഇവിടെ ഇലകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വ്യൂ ആയിട്ട് നിന്ന്. ശരിയാ, ഇലകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് വ്യൂസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ കിടു വ്യൂ. ഇതാ ലേക്ക്. ഫോളിന്റെ സമയത്തുണ്ടല്ലോ ഈ ഇലകളെല്ലാം കളർ മാറിയിട്ട് ഒരു കിടിലും കളറാവും. പിന്നെ ഓറഞ്ചും റെഡും യെല്ലോയും എല്ലാം. അപ്പൊ നല്ല രസമാണ് ശരിക്കും പറഞ്ഞു. ഈ പച്ച മൊത്തം മാറും. അപ്പോഴാണ് ശരിക്കും പൊളി. ഇവിടെ വന്ന ആൾക്കാരെല്ലാം അവരുടെ പേരുകൾ എഴുതി വെച്ചേക്കുന്നത്. ഇവർക്ക് ഇപ്പൊ പ്രേമിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവരൊക്കെ ബ്രേക്കപ്പ് ആയി കാണും അല്ലേ? കൊള്ളാം. പ്രേമിക്കുന്നവരെ വന്നതെന്താ ഉറപ്പ്? ഹസ്ബൻഡ് പോയി വന്നൂടെ? അതെ, അത് ശരിയാട്ടോ. രാവിലെ ഉണർത്തിയിട്ട് വന്നപ്പോൾ അവിടെ ഇരിക്കുക. ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റെഡി ആവണേന്ന് പറഞ്ഞിട്ട് വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ യൂട്യൂബില് തിളക്കം കണ്ടോണ്ടിരിക്കുക. അവിടെ തിളക്കത്തിന്റെ ലാസ്റ്റ് കണ്ടി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക അവിടെ. അപ്പൊ എൻ്റെ ഇച്ചിരി വഴക്ക് കിട്ടി. അതിന്റെ പേരിൽ പെട്ടെന്ന് ഇറങ്ങി വന്നതാ. മാങ്ങയൊക്കെ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാ, വാങ്ങിച്ചതാ. അതിപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കുക. അതിന് വേറൊരു സാധനം എടുത്തിട്ടുണ്ട്, കടല. പക്ഷെ ഇപ്പൊ കടല മേടിച്ചു കഴിഞ്ഞാൽ പണി വാളും തോന്നും. പക്ഷെ അങ്ങനെ വിശക്കുന്നൊന്നുമില്ല. ഇല്ല വിശക്കുന്നില്ല. ഇടയ്ക്കൊന്ന് പേടിച്ചു പോയി സത്യം പറഞ്ഞാല്. ഒന്ന് ചെറുതായിട്ട് ഇവള് കുറച്ച് പേടിച്ച്. പേടിച്ചില്ലേ? ഞാൻ അങ്ങനെ പേടിച്ചു. പേടിച്ചു, പക്ഷെ കാണിച്ചില്ല. ശരിക്കും നല്ല ഭയങ്കര കാട് പോലെ വന്നത്. അപ്പൊ എനിക്കൊരു ചെറിയായിട്ട് പേടിയായി. കാരണം അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതാ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വഴി തെറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. ഇവിടെ വരികയാണെങ്കിൽ
ഫോൺ ഫുൾ ചാർജ് ചെയ്തിട്ട് എന്നോട് ഡേവും പറഞ്ഞ് ഫോൺ ഫുള്ള് ചാർജ് ആയിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസ്റ്റ് ആവാൻ ഇച്ചിരി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെറിയ വഴികളാവും. ചെറിയ വഴിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നതിന്. ഇവളുടെ ഫോണ് ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാർജ് പടപടാന്ന് പറഞ്ഞിട്ട് തീരുന്നുണ്ട്. ഞാൻ പവർ ബാങ്ക് എടുക്കാൻ മറന്നും പോയി. എന്നിട്ട് ഇപ്പം ഞാൻ ഫോണ് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഫോൺ നോക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ട്രെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ മറ്റേ മാർക്കിങ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കല്ല് വെച്ചേക്കുന്ന ഭാഗത്ത് നമ്മളങ്ങ് പോയാൽ മതി. പക്ഷെ ഇവിടെ വന്നിട്ട് നിൽക്കുമ്പോൾ അടിപൊളി ഒരു വ്യൂ കേട്ടോ. സത്യം പറഞ്ഞു, വണ്ടിക്കകത്ത് ബാക്കി വെള്ളം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തു. വെറുതെ എന്തിനാ എല്ലാം കൂടെ എടുത്തിട്ട് കുടിക്കുന്നതെന്ന്. ആ കൂട്ടുള്ള ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടാര ഈച്ചയാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തോ ഒരു കൊതുകുമാണ്. ഈച്ചയും കൊതുകുമാണ് മെയിനായിട്ട് പറ്റുന്നത്. ഈച്ചെന്ന് ഉദ്ദേശിച്ചത് കൊതുകിനെയാണ് കേട്ടോ. വേണ്ടോ കല്ലെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരാള് എഴുതാൻ വേണ്ടില്. അപ്പൊ ഞങ്ങള് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ നമ്മള് ടാറ്റയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. അതെ, ഇനി നമ്മള് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇവിടെ വരാം. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഒരു ക്യാമ്പിങ് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന്. പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ നമ്മൾ അന്ന് ഇടുന്നതായിരിക്കും അല്ലേ? അതെ, ശരിക്കും അത് നല്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കിച്ചണേർ. അവരെല്ലാരോടും ഇവിടോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടോട്ട് മൂവ് ചെയ്തപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളത് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ അന്ന് ഇടാം അല്ലേ? ഞങ്ങൾ കിഷ്മയും കൊണ്ട് വരാം. ഇവിടെ എല്ലാരും കൂടി ഇവിടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്. നേരത്തെ നമുക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ഇപ്പോഴും ശരിക്കും ദൂരമുണ്ട്. ദൂരം ഇല്ലെന്നല്ല, നേരത്തെ നമുക്ക് വഴി അറിയാത്തോണ്ട്. നമുക്ക് ഉറപ്പില്ല. പിന്നെ അത് മാത്രമല്ല വഴി കൺഫ്യൂസിങ് ആയി. ഏറ്റവും ലാസ്റ്റ് കരടി വന്നാൽ ഞാൻ ഓടും, ഇവളവിടെ നിൽക്കും. ഞാൻ നിക്കത്തില്ല. ഞാൻ ഓടുമ്പോ കരടി തന്റെ പുറയിലോടും. അപ്പൊ എന്നെ വിടും. അപ്പൊ ഞാൻ രക്ഷപ്പെടും. ഇവളും വണ്ടിയായിട്ട് ഇവള് ചത്ത പോലെ കിടക്കും. ഞാൻ കരടീനെ അങ്ങോട്ട് കാണിക്കും. ഇനിയിപ്പോ കൂടുതലും താഴോട്ട് ഇറക്കവാ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കേറി വരാൻ എനർജി കുറവായിരുന്നെങ്കിലും തിരിച്ചു പോവാൻ നല്ല എനർജി ഉണ്ട്. സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. ഇതൊന്നും അങ്ങോട്ട് പോയപ്പോ ഞാൻ കേട്ടില്ല, കാരണം അങ്ങോട്ട് പോയപ്പോ പേടിച്ചു പോയി. ഇങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനെ മരങ്ങളും എല്ലാം ഒരേ ടൈപ്പ് മരം. പക്ഷെ രസമുണ്ട് ഇങ്ങനെ നീണ്ടിങ്ങനെ നിൽക്കുന്നേണ്ട. ഇന്നിനിയും പോയിട്ട് നാട്ടിലായിരുന്നെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് വിശാലമായിട്ട് കിടക്കായിരുന്നു. പണ്ട് ഞങ്ങൾ ഹൈദരാബാദിൽ മൂവ് ചെയ്ത സമയത്ത് ഒരാൾ ചിക്കൻ അധികം കഴിക്കത്തില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ സൊമാറ്റോയിൽ ബിരിയാണി, ഞാനപ്പോൾ ഇവൾക്ക് തന്നെ മെനു കൊടുത്ത് നോക്കിയിട്ട് ഇവള് തന്നെ എടുത്തോളാൻ പറഞ്ഞു ബിരിയാണി. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഓരോ ഹോട്ടലിൽ ചെന്നിട്ട് മെനു കാർഡ് നോക്കി ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ ഇരിക്കും. അത് കഴിയുമ്പോൾ അപ്പോഴും ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. അതാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. മെനു കാർഡ് നോക്കിയിട്ട് അവൾ തന്നെ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് കോമഡി ആയിരുന്നു. ചിക്കനും മുട്ടയും ഉണ്ടെന്നും പറഞ്ഞിട്ട് ബിരിയാണിയിൽ മുട്ടയുടെ ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവള് മുട്ട ബിരിയാണി ഓർഡർ ചെയ്തു. മുട്ടയും ചിക്കനോടുള്ള ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വെച്ചാൽ അതേ ഉള്ളായിരുന്നു ഹൈദരാബാദ്. ചിക്കൻ ബിരിയാണി തന്നെ, പക്ഷെ ചിക്കനകത്ത് മുട്ട ഉണ്ടോ? നാട്ടിൽ അങ്ങനെയാണല്ലോ, നാട്ടില് ബിരിയാണിക്കകത്ത് മുട്ട വെക്കുമല്ലോ. അതുകൊണ്ട് എന്റെ എക്സ്പെക്ടേഷൻ അതായിരുന്നു. എന്നിട്ട് ചിക്കൻ എനിക്ക് തന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് മുട്ട വെച്ചിട്ട് കഴിച്ചോളാന്ന് ഞാൻ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഓർഡർ ചെയ്ത് ഞങ്ങൾ ആദ്യ ദിവസം മൂവ് ചെയ്തുള്ളൂ കേട്ടോ. ഞങ്ങളപ്പോൾ ഫർണിച്ചറൊക്കെ എടുത്തിട്ടുന്ന സെറ്റാക്കുന്നതൊക്കെ ഉള്ളൂ. എന്നിട്ട് ബിരിയാണി വന്നപ്പോൾ മുട്ടയില്ല. പടത്തിനകത്ത് മുട്ടയുണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ചിക്കൻ കഴിക്കത്തില്ല, അപ്പം എനിക്ക് അന്നേരം വേറെ കഴിക്കാനൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ മുട്ട എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്നത്, മുട്ട വെച്ച് കഴിക്കാന്നുള്ളത്. അതും നാട്ടിലെ ബിരിയാണി പോലെ അല്ല, മറ്റേ ഹൈദരാബാദ്. ഇങ്ങനെയുള്ളവർ എഗ് ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യാതെ എന്നിട്ട് ഇതിപ്പം ആൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് എന്നിട്ട് മുട്ട ഇല്ലാന്നും പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാ? എന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ കിച്ചണൊന്നും സെറ്റാക്കിയിട്ടില്ല. ഞങ്ങൾ പച്ചക്കറി വാങ്ങിച്ചിട്ടില്ല, ഒന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പം എന്നിട്ട് മുട്ട ഇല്ലാന്നും പറഞ്ഞിട്ട്
മുട്ട പുഴുങ്ങി കൊടുക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ല. മുട്ട ഇല്ലാത്തതുകൊണ്ടല്ല, ശരിക്കും കരഞ്ഞെന്ന് വെച്ചാല് എനിക്ക് അത്രയും വിശന്ന് കഴിഞ്ഞിട്ട് അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളത് സഹിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അത് ഇല്ലാതറിയുമ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് കഴിക്കും, ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഞാൻ കരഞ്ഞത്. അല്ലാതെ ഒരു മുട്ട കിട്ടിയില്ല എന്നുള്ളതല്ല. ഇപ്പം ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ മുട്ട പപ്സ് ഉണ്ടാക്കിയായിരുന്നു. പപ്സ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊസാൻഡ് വെച്ചിട്ട് മുട്ട പപ്സ്. അത് നിങ്ങളെ ഒരു ദിവസം ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഉണ്ടാക്കുന്നത് അത് കിടിലോ, അത് നൈസായിരുന്നു. പണ്ട് അതെ അത് ഇവളുടെ ഐഡിയ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്സ് കഴിക്കണം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്കും ഇവിടെ ക്രൊസാൻഡ് ഉണ്ട്. ക്രൊസാൻഡിനകത്ത് ഞാനൊരു ദിവസം ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് പോയത്. അപ്പം ഞാൻ ഓഫീസിൽ രാവിലെ ക്രൊസാൻഡ് ഓർഡർ ചെയ്ത് ക്രൊസാൻഡ് കഴിച്ചപ്പോൾ എനിക്കത് പെട്ടെന്നൊരു പപ്സിൻ്റെ നമ്മൾ കഴിക്കുന്ന പോലത്തെ ആ ഒരു ക്രിസ്പിനെസ് വന്നു. പക്ഷെ ഇവിടെ നമ്മൾ അല്ലാതെ വാങ്ങിക്കുന്ന നല്ല ബട്ടർ ഇതാണ്, അതുകൊണ്ട് അത്ര സോഫ്റ്റ് അത്. പക്ഷെ ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ച ക്രൊസാൻഡ് അത് നല്ലതായിരുന്നു, പപ്സിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട പപ്സ് ഉണ്ടാക്കാൻ ഇതിനകത്ത് മുട്ടയും മസാലയും കൂടെ വെച്ചാൽ മതിയല്ലോ, അതിന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഞാനൊരു ദിവസം. ശരി, എന്നിട്ട് ഇന്നലെ അവൾ ട്രൈ ചെയ്ത് സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ അത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ അത് നല്ലായിരുന്നു കേട്ടോ, നല്ല ഹെവി സാധനമായിരുന്നു കേട്ടോ. 2 എണ്ണം കഴിച്ച് വയറ് ബുമ്മെന്നായി. അതുകൊണ്ട് ഇപ്പം ഇളകാതെ 2 പേരും ഇവിടെ വരെ ട്രെയിനിൽ നടന്ന് അവിടെ മേലെ എത്തിയിട്ട് വന്നു. വേറെ ഒന്നിനും യോജിപ്പില്ലെങ്കിലും അങ്ങനെയല്ല, ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഒരേ സ്വഭാവമാണ്. വിശന്ന് കഴിഞ്ഞ 2 പേർക്കും പ്രാന്താവും. പണ്ട് ഹൈദരാബാദിലെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ, വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഷോൾഡറിൽ തട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട ബജിയും ബജിയും ആ കടയുടെ അടുത്ത് വരുമ്പോ ഞാനിങ്ങനെ തട്ടും. ഞാൻ തട്ടുമ്പോ നമ്മൾ സൈഡാക്കിയിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് പോകും. മുളക് ബജിയും അങ്ങനെയുള്ളതൊക്കെ അത് ഞങ്ങക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം അത്രയും. പക്ഷെ എന്നാലും അത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പൊ ഞങ്ങൾ എണ്ണം പറയും. ഞാൻ സിദ്ധാർത്ഥനോട് ചോദിക്കും എത്ര എണ്ണ വേണ്ടതെന്ന്. അപ്പൊ എന്നോട് സ്വന്തമായിട്ട് എത്ര വേണം എന്നല്ല പറയുന്നത്, നീ എത്ര കഴിക്കുന്നു എന്നാ ചോദിക്കുന്നത്. ഞാൻ കഴിക്കുന്നതിന്റെ കണക്ക് വെച്ചിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവള് അതിൽ കൂടുതൽ എടുക്കും. ഞാൻ ഇത്ര എണ്ണം കഴിച്ചു എന്നും പറഞ്ഞിട്ട് അവൾക്കും അത്ര എണ്ണം വേണമെന്നും പറഞ്ഞിട്ട് കഴിക്കും. പണ്ട് ഇതേപോലെ ആയിരുന്നു വീട്ടില്. ചേച്ചി അക്കയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ചേച്ചി അക്കയെന്നാണ് വിളിക്കുന്നത് കേട്ടോ. അക്കയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വലിയ പീസ് ചിക്കൻ അക്ക എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ പീസ് തന്നെ വേണം. അവിടെ അടിയാ. എന്നിട്ട് മത്സരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മ പറയും 2 പേരും എടുക്കുന്നതൊക്കെ കൊള്ളാം, കഴിച്ചു തീർക്കണമെന്ന്. അതേപോലെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടും സെയിം അവസ്ഥ. ഞങ്ങൾ 2 പേരും ഇരവിഴുങ്ങി കിടക്കും. 2 പേർക്കും വയ്യ കഴിച്ചിട്ട്. സത്യം. എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ നേരത്തെ പറയും എത്ര എണ്ണം വേണം എന്ന് പറയും. എന്നിട്ടാണ് പിന്നെ ഇത്ര ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എടുത്തിട്ട് 2 പേർക്കും കഴിക്കാൻ പറ്റാത്ത പോലെ ആവും. സിദ്ധാർത്ഥയായിട്ട് 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 2 എണ്ണം കഴിക്കാൻ പറ്റത്തില്ല, എങ്കിലും എനിക്ക് 2 എണ്ണം വേണം. അതൊക്കെ ഒരു ടൈം. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ബജിക്കടയൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടം നന്നായിട്ടുണ്ടെന്ന്. ഒരു മഴയത്തൊരു ചായയും വടയൊക്കെ കഴിക്കുക, അതൊരു സുഖം. നമ്മൾ ഈ ഒരു പോയിന്റിലെത്തി. ഇവിടെ മറ്റേ ഇലക്ട്രിക് ലൈനുള്ള പോയിന്റിൽ നമ്മളെത്തി. ഇവിടെ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരെ അങ്ങനെയാണ് നടന്നു പോകേണ്ടത്. ലുക്കൗട്ടിൽ പോകുമ്പോൾ ഈ വഴിയൊന്നുമല്ല. ഇത് കൺഫ്യൂസ് ആവരുത്. ഇവിടുത്തെ ഈ ഇലക്ട്രിക് ലൈൻ ഇടാൻ വേണ്ടി മാത്രം അവർ ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്ന പാത്ത. നമ്മൾക്ക് പോകേണ്ടത് ഈ വഴിയാണ്. നമ്മൾ ശരിക്കും റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് നോക്കിയാൽ കാണാം കാടിന്റെ നടുക്കൂടെ ഒരു പോർഷൻ മാത്രം. അതിതാ ഈ ഇലക്ട്രിക് ലൈൻ വരച്ചേക്കുന്നതാണ് ശരിക്കും. അത് ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പോർഷൻ മാത്രം നടുക്ക് കാണാതിരിക്കും, ബാക്കി 2ഉം നല്ല കാട് പോലെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോരോ പോയിന്റ്സ് അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ മാർക്കിങ്സ് വെച്ചിട്ടുണ്ട്, ഫ്ലാഗ് പോലെ ചെറിയ ഇത് വെച്ചിട്ട്. ആ മാർക്കിങ് നോക്കി ഇപ്പം ഇൻ കേസ് മൊബൈലിലെ ഡേറ്റയോ അല്ലെങ്കിൽ ചാർജോ എല്ലാം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നോക്കി പോകാൻ പറ്റും നമുക്ക്. ആ സൈഡിലോട്ട് വലിയതായിട്ട് വെച്ചിട്ടില്ല, പക്ഷെങ്കിൽ ഈ ഒരു ട്രെയിലെല്ലാം അവർ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാർക്കിങ് കാണാം. ഒരാൾക്ക് വിശന്ന് തുടങ്ങി. കിക്കാറ്റൊക്കെ വേണമെന്ന് പറയുന്നത് ഇവളുടെ ഫേവറേറ്റ് കിക്കാറ്റ്. അലിഞ്ഞു. ഇപ്പം നൈസായിരിക്കും. എനിക്കും കിട്ടി. ടു ഹൈവേ
എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ ഒരാൾ മാറിയിരുന്ന് ഫുഡ് അടിക്കുന്ന നോക്ക്, ഒന്നും അറിയാത്ത പോലെ. നമുക്ക് ആ ടൈമിലേക്ക് വെള്ളച്ചാട്ടം കാണാം. അവിടെ നിന്ന് ചാടി വെള്ളം ഇങ്ങനെ പോവാ. ഇതിന്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് പോവാം. വഴി ചെറുതായിട്ട് ഞങ്ങൾ മാറ്റി പിടിക്കുന്നത്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ പോകും. ഇവിടെ സ്വിമ്മി ചെയ്യരുതെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ ഫിഷിങ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഒരു കുഴിയുണ്ട്. നേരെ ചെന്നിട്ട് പോകുന്നത് അവിടെ വെള്ളത്തിൽ വന്ന് വീഴും. വീട്ടിൽ നിന്ന് വിളിക്കാത്തതിൻ്റെ വിഷമം അവിടെ തൊട്ട് ഇവിടെ വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിലെ കയറി നമ്മൾ വന്ന്, ഈ പാറ നമ്മൾ കയറി വന്ന്. ആ ദുഷ്ട പറഞ്ഞ കേട്ടാ, ഞാൻ പോയി നോക്കാൻ, എന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും കയറണ്ടല്ലോ, ഒന്ന് കയറിയിട്ട് ഇറങ്ങണ്ടല്ലോ ഒന്ന്. നോക്കട്ടെ, നമുക്ക് വഴി നോക്കിയിട്ട് വരാം. ആ ഉണ്ട്, വാ. ഓടി വരുന്നു. ഇച്ചിരി സ്റ്റീപ്പാ ഈ ഇറങ്ങുന്നത്. കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാണുന്നുണ്ടോ? ഇതിലേ നമുക്ക് ഇറങ്ങണം. സൂക്ഷിച്ചു പോണേ. ഇതാണ് നമ്മളെ മുമ്പിൽ ഒരാൾ ഇരുന്നെന്ന് കാണുന്നില്ല. ആദ്യം നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അത് ഈ സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ഇതിനകത്തോട് ഈ സമയത്ത് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇച്ചിരി മഴയല്ല, ഇച്ചിരി ക്ലൗഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി നല്ലതെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം ഇച്ചിരി ഇത് നല്ലതാ. ഇതാകുമ്പോ വെയിലുണ്ട്, നമ്മൾ തണലത്തോട് ഇങ്ങനെ മരത്തിന്റെ ഇടയിൽ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ ഇവിടെ ഇപ്പൊ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടോ ഇത്ര ആൾക്കാരുണ്ട്. ആൾക്കാർ പാർക്കിംഗ് ഇല്ലാതെ ഈ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്നു. പാർക്കിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ അധികം ആൾക്കാരില്ല, അത് കാരണം. പിന്നെ ഇതിനായിട്ട് അങ്ങ് ദൂരെ നിന്ന് ടൊറന്റോന്നൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. നോർമലായിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇവിടോട്ട് വന്നിട്ടിങ്ങനെ പോകുന്ന ഒരു രസമായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടിയിലെത്തി. അപ്പം ശരി.